വെൽക്കം ബാക്ക്. സൽമാൻ ദോഹയിൽ നിന്നു. ഒരുപാട് കാലത്തിൻ്റെ ശേഷം, ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളമായി നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലൊന്നും വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്ക് കാരണത്താൽ, അത് മാത്രമല്ല ലൈഫിൽ പല സംഭവങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകും. ആ സമയത്തൊക്കെ കുറച്ച് ചിലപ്പോൾ സാഡായിട്ടുള്ള മൂമെൻറ്റുകൾ ഉണ്ടാവും, ഹാപ്പി ആയിട്ടുള്ള മൂമെൻറ്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ സാഡായിരിക്കുന്ന കാരണത്താൽ ചിലപ്പോൾ ആ സാഡ് മൂമെൻറ്റിനെ ഇങ്ങനെ തരണം ചെയ്ത് ചിലപ്പോൾ അങ്ങനെ നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും ചിലപ്പം താല്പര്യം ഉണ്ടായിരിക്കില്ല. അത് കാരണത്താൽ അങ്ങനെ നീണ്ടുപോയത്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു വൈബ് പ്ലേസിലാണുള്ളത്. നമ്മൾ കണ്ടില്ല, ഫസ്റ്റിലൊക്കെ അങ്ങനെ വീഡിയോസിൽ റീൽസിലൊക്കെ കണ്ടുള്ളൂ. ഈ ഒരു ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലുസൈൽ സ്റ്റേഡിയത്തിന് നേരെ ബാക്ക് സൈഡിലായിട്ട് വരും. മറിയാൽ വാട്ടർ പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ബീച്ച് കാണാനും അതുപോലെ തന്നെ പേൾ ഖത്തർ കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ലുസൈൽ മറീന ഭാഗത്തു നിന്ന്, അതേപോലെ തന്നെ ബോളിവാർഡ് സ്ട്രീറ്റിൻ്റെ അവിടെ നമ്മൾ ഫയർ വർക്ക് നടക്കുന്ന ലൊക്കേഷനാണ്. ബോളിവാർഡിൽ നിന്ന് വരുന്ന എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ബെസ്റ്റ് പ്ലേസ്. അതിങ്ങനെ വാച്ച് ചെയ്യുകയാണ്. നല്ല അടിപൊളി ക്ലൈമറ്റുമാണ്. ദോഹ ഏരിയയിലൊക്കെ 46-47 ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാറ്റും നല്ല അടിപൊളി ക്ലൈമറ്റ് ഇട്ടാണ്. എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വയർക്കും, ജസ്റ്റ് പുറത്തിറങ്ങിയാൽ തന്നെ വയർക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അപ്പുറത്തെ ആളുകൾ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അടിയിലത്തെ ഈ ഒരു ഏരിയക്ക് ഇങ്ങനെ ഇറങ്ങുന്ന അറിയാം. ചിലപ്പോൾ അപ്പുറത്ത് വഴി ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ താഴെ ഭാഗത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റുമോ? നമ്മൾ വണ്ടി ജസ്റ്റ് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ലൊക്കേഷനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ ലൊക്കേഷൻ്റെ കറക്റ്റായിട്ടുള്ള പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഖത്തൈഫാൻ ഐലൻഡാണ്. ഖത്തൈഫാൻ ഐലൻഡിലേക്ക് 2 റൂട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ ദോഹ ഭാഗത്ത് നിന്ന് വരുമ്പോൾ കോർണിഷ് സ്ട്രൈറ്റ് വന്ന് ലുസൈൽ റോഡ്, കൊൽക്കത്ത എല്ലാം കഴിഞ്ഞ് ലുസൈൽ റോഡിലെ ലാസ്റ്റ് എൻഡ്, ബോളിവാർഡും കഴിഞ്ഞിട്ട് വരുന്ന ലാസ്റ്റ് എൻഡിൽ ഈ കാണുന്ന റൈറ്റ് അടിച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ആ ഒരു എൻട്രൻസിലേക്ക് പോകുന്നത്. ഖത്തൈഫാൻ ഐലൻഡിലേക്ക് എങ്ങനെ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ 2 ബ്രിഡ്ജുകളാണുള്ളത്. 2 ബ്രിഡ്ജ്, നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും. നമ്മൾ പോകുന്നത് നോർത്ത് ബ്രിഡ്ജിൻ്റെ മുന്നിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു ഹോട്ടൽ വരെയാണ് പോയിട്ടുള്ളത്. ഹോട്ടൽ വാട്ടർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഹോട്ടൽ വരെ പോയിട്ടുള്ളൂ. നമ്മളിതാ ഫസ്റ്റിൽ ഇപ്പം ഇനി പോകുന്നത് നോർത്ത് ബ്രിഡ്ജിലേക്കൂടെ അകത്തേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. നോർത്ത് ബ്രിഡ്ജിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റിൽ നേരെ കാണുന്നത് മറയൽ വാട്ടർ പാർക്കാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് വാട്ടർ പാർക്കാണ്. നെക്സ്റ്റ് ടൈം നമ്മൾ അവിടെ പോകണം. ബ്രിഡ്ജും അടിപൊളിയാണ്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒന്നും ഇല്ല. കുറച്ചപ്പുറം സ്റ്റോപ്പ് ചെയ്തിട്ട് സൈഡിലൂടെ വന്ന് നിൽക്കുന്ന ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ നോർത്ത് ബ്രിഡ്ജിൻ്റെ മേലെ നോക്കി കഴിഞ്ഞാൽ സൗത്ത് ബ്രിഡ്ജിലെ കാഴ്ചകൾ കാണാൻ പറ്റും. സൗത്ത് ബ്രിഡ്ജിലൂടെ പോയി കഴിഞ്ഞാൽ റൈറ്റ് ഭാഗത്താണ് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വരുന്നത്. നോർത്ത് ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സൈറ്റ് പോയി കഴിഞ്ഞാലാണ് മറൈൽ വാട്ടർ പാർക്ക് വരുന്നത്. അതിന് മുന്നോടിയായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോസ്ക് ഉണ്ട്. ആ മോസ്കിൽ നമ്മൾ പ്രയർ ചെയ്യാനായിട്ട് പോകണം. ഫസ്റ്റ് നമ്മൾ പോകുന്നത് നേരെ ഒരു ബീച്ച് ഭാഗത്തേക്ക് പോയിട്ട് അവിടെ എല്ലാം കണ്ടതിന് ശേഷം പ്രയറിന് സമയമാകുമ്പോൾ വരാമെന്നുള്ളൊരു പ്ലാനിലാണ്. ഏതായാലും നല്ല അടിപൊളിയായിട്ടുള്ള മോസ്കാണ്. ഇപ്പോൾ ഖത്തറിലെ ആ ഒരു മോസ്കിന് ആ ഒരു രീതിയിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ ഏതായാലും ഇതാ നേരെ മറൈൽ വാട്ടർ പാർക്കിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് അടിച്ചിട്ട് വേണം നമ്മൾ ബീച്ച് ഭാഗത്തേക്ക് പോകാൻ. നിലവിൽ ഖത്തൈഫാൻ ഐലൻഡിലേക്ക് വരുന്നത് ഈ ഒരു മറൈൽ വാട്ടർ പാർക്കിലുള്ള ആളുകൾ മാത്രം തന്നെയാണ്. ബീച്ച് സൈഡിലൊന്നും ആളുകൾ കുറവാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഓരോരോ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. തൊട്ടടുത്ത് തന്നെ ഇതാ പാർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു രീതിയിൽ തന്നെ വീക്കെൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ, ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. നമ്മളിപ്പോൾ റൈറ്റ് സൈഡ് കാണുന്നത് അടിപൊളിയായിട്ടുള്ള പാർക്കാണ്. ആരും തന്നെ പാർക്കിലൊന്നും ഇല്ല. ഫുള്ളായിട്ട് പ്രോപ്പർ വർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മളിതാ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ബീച്ചിൻ്റെ ആ ഒരു ഏരിയയിലെത്തും. ഇവിടുന്ന് ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തും. റൈറ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജ്, അതുപോലെ തന്നെ സൗത്തിലെ ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. 24 hours ഓപ്പൺ ആണ് ഈ ഒരു ബീച്ചിൻ്റെ സൈഡും. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല സൺസെറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും തുറന്ന് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാലാണ് നമ്മൾ താഴെ ഭാഗത്തേക്കുള്ള ആ ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് താഴേക്കുള്ള ഒരു എൻട്രൻസിലൂടെ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളുണ്ട്. സൈഡിൽ തന്നെ ചെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് എൻഡിൽ പോയി കഴിഞ്ഞാലാണ് ബീച്ചിനോട് തൊട്ടടുത്തായിട്ട് എത്തും. അവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇതാ നമ്മൾ മുന്നോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ നല്ല സേഫായിട്ടുള്ളൊരു പാർക്കിംഗ് ആ ഒരു റൈറ്റ് സൈഡിൽ തന്നെ നോക്കിയിട്ട് വെക്കണം. എല്ലാ ഏരിയയിലും പാർക്കിംഗ് ഉണ്ട്. ബീച്ച് സൈഡിലും അതുപോലെ തന്നെ റോഡ് സൈഡിലും ആയിട്ടൊക്കെ നല്ല പാർക്കിംഗ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന റൈറ്റ് അടിച്ചു കഴിഞ്ഞാലാണ് ബീച്ചിലേക്കുള്ള എൻട്രൻസ്. അപ്പുറത്തൊക്കെ എൻട്രൻസ് ഉണ്ട്, പക്ഷേ എൻട്രൻസ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു എൻട്രൻസ് മാത്രമേ തുറന്നിട്ടുള്ളൂ. ബീച്ച് പോയി കുളിക്കാൻ പറ്റുന്ന സെറ്റപ്പ് അല്ല കേട്ടോ. ഇവിടെ ഫുൾ പാറക്കെട്ടുകളാണ്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി ബെസ്റ്റ് ഫിഷിംഗ് ആയിരിക്കും. ഫിഷിംഗ് കേട്ടോ അടിപൊളിയാണ്. ഫിഷിങ്ങിന് ബെസ്റ്റ് സ്പോട്ടാണ്. ആളുകൾ അപ്പുറത്തൊക്കെ ഫിഷിംഗ് നടത്തുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മോസ്ക് 27ലേക്കാണ് ഇപ്പോൾ കയറുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റും നല്ല മാഷാ അല്ലാഹ് സൂപ്പർ അല്ലേ.
ബാങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും നിസ്കരിക്കാനായിട്ടുണ്ട് കയറാം. പാർക്കിംഗ് നോക്കണം. മോസ്ക് 27 പാർക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമ്മളിതാ പള്ളിയിലേക്ക് പോകുന്നത്. പള്ളീൻ്റെ ആർച്ചൊക്കെ പക്ക വൈബാണ്. നല്ല അടിപൊളിയായിട്ടുള്ള അറബി എഴുത്തുകളൊക്കെ. റബ്ബി റഹ്മലി മാഷാ അല്ലാഹ്. മെൻസ് പ്രയർ ഹാൾ എന്ന് എഴുതിയിട്ടുണ്ട്. പ്രയറെല്ലാം കഴിഞ്ഞ് നമ്മളിതാ പള്ളിൻ്റെ അകത്തെ കാഴ്ചകളാണ്. അള്ളാഹിൻ്റെ പേരുകളാണ് അവിടെ മൊത്തം എഴുതിയിട്ടുള്ളത്. ഏതായാലും അതിമനോഹരമായിട്ടുള്ള പള്ളിയാണ്. അകത്തെ ഒരു ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്. ഖത്തറിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോസ്ക് അടുത്തായിട്ട് കണ്ടത് ഖത്തറിലെ മോസ്ക് ആണ്. അതിന് ശേഷമാണ് ഈ ഒരു പള്ളി കാണുന്നത്. നൈറ്റിലുള്ള വ്യൂ ഉണ്ടോ? മാഷാ അല്ലാഹ്. മോസ്കിൽ നമ്മളിപ്പോൾ പ്രയറെല്ലാം കഴിഞ്ഞ് പുറത്തത്തെ വ്യൂ ആണ് കാണുന്നത്. ഖത്തൈഫ് നാലിൻ്റെ കാഴ്ചകൾ അവസാനിച്ച് ഏതായാലും നൈറ്റ് ആയതോടുകൂടി നമ്മൾ ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് നമ്മൾ ഇനി പോകുന്നത് ബോളിവാർഡിലാണ്. ബോളിവാർഡ് പോയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ വിസിറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് മൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. ഏതായിരുന്നാലും ഖത്തൈഫ് ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നെക്സ്റ്റ് എപ്പിസോഡിലൊക്കെ ആയിട്ട് വരാം. ഗ്ലാസ് ബ്രിഡ്ജ്, അതുപോലെ തന്നെ സൗത്തിലെ ബ്രിഡ്ജ് നമ്മൾ പോയിട്ടില്ല. ഈ ഒരു ബ്രിഡ്ജിൻ്റെ വ്യൂ കണ്ടിട്ടാണ് മെയിനായിട്ട് നമ്മളവിടെ വന്നത്. ഖത്തൈഫ് ഐലൻഡിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടോയെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ അകത്തേക്ക് എൻ്റർ ചെയ്തപ്പോഴാണ് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയത്. അതായിരുന്നു വളരെ സന്തോഷം. നമ്മളിപ്പോൾ നെക്സ്റ്റ് ഇനി പോകുന്നത് ബോളിവാർഡ് സ്ട്രീറ്റിലേക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. നമ്മൾ തൊട്ട് മുന്നിലായിട്ട് പാർക്കിംഗ് ഉണ്ട്. പാർക്ക് ചെയ്തിട്ട് സൈഡിലൊന്ന് ഫോട്ടോ എടുക്കാം. നമ്മൾ ഏതായാലും ഇതാ മുന്നോട്ടെത്തി ബോളിവാർഡ് സ്ട്രീറ്റിൻ്റെ തൊട്ടരികിൽ എത്തിയിട്ടുണ്ട്. ട്രാം ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ട്രാമിൻ്റെ കാഴ്ചകൾ അടിപൊളിയാണ്. ഏതായാലും നമുക്ക് ഇനി ഇതാ ബോളിവാർഡ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. ലുസൈൽ ബോളിവാർഡിൽ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഫ്രീ റൈറ്റിലുള്ള സിഗ്നൽസ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടുന്നുണ്ട്. റെഡ് ലൈറ്റാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. റെഡ് ലൈറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് ഇതാ ഗ്രീൻ കത്തിയതിന് ശേഷം മാത്രം ഫോളോ അപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ സുഹൃത്തുക്കൾക്ക് കിട്ടിയതാണ് ഫൈന്. നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നല്ല പൈസ ഇറങ്ങുന്നതാണ്. നമ്മളിതാ അവസാനം ലുസൈൽ ബോളിവാർഡിൽ എത്തിയിട്ടുണ്ട്. ലുസൈൽ ബോളിവാർഡിൽ നിന്നും ഒരു മനുഷ്യരില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റ് വരുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ആളുണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്തൊന്നും ആളില്ല. മറ്റേ ശോകം തന്നെയാണ്. ഒന്നാമത് വെക്കേഷൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആളുകളില്ലാത്തത്. വെക്കേഷന് പോയ സമയത്തായിരുന്നു ഈ ട്രാം ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നത്. അതുവരെ ഈ ട്രാം ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫുള്ളായിട്ട് ഓപ്പൺ ആക്കിയത് ഈ ഒരു വെക്കേഷൻ ടൈമിലായിരുന്നു. ഏകദേശം 2 മാസത്തോളം ആയിട്ടുള്ളൂ ഈ ഒരു ഓപ്പൺ ആക്കിയിട്ട്. അപ്പോൾ തിരിച്ച് വെക്കേഷനൊക്കെ പോയി ആളുകൾ തിരിച്ചെത്തി വരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ കഴിയും. അതിലുപരി ഫ്രീ ആണ്. ട്രാമിൻ്റെ മെട്രോയുടെ കാർഡ് ഉണ്ടായാൽ തന്നെ ഇതിലേക്ക് അലോ ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ലുസൈൽ ബോളിവാർഡ് മൊത്തത്തിൽ കാണാൻ കഴിയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും മെട്രോ ട്രാമിലൂടെ ലുസൈൽ ബോളിവാർഡിലുള്ള കാഴ്ചകൾ അടിപൊളിയാണ്. നമ്മൾ ഓരോ സ്റ്റേഷനുകളാണ് കാണുന്നത്. നമുക്ക് ട്രാമിലൂടെ ഒന്ന് കയറിയതിന് ശേഷം ഇവിടുത്തെ ഒരു കാഴ്ചകൾ കാണണം ശരിക്കും. ലുസൈൽ ബോളിവാർഡിൻ്റെ ഈ ഒരു ലാസ്റ്റ് എൻഡിൽ നിന്ന് ഈ സിഗ്നലിൽ ഇവിടെ യൂട്ടേൺ അടിച്ചില്ല എങ്കിൽ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അൽക്കോ റൂട്ടിലേക്കാണ് പോകുന്നത്. അൽക്കോ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ലുസൈൽ സ്റ്റേഡിയം കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി യൂട്ടേൺ അടിച്ച് വരണം. അതുകൊണ്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഈ ലാസ്റ്റ് സിഗ്നലിൽ യൂട്ടേൺ അടിച്ച് കഴിഞ്ഞാൽ അടുത്ത ലുസൈൽ ബോളിവാർഡിൻ്റെ ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള ആ ഒരു സൈഡത്തെ വ്യൂ കൂടി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ ടീ വേൾഡിൻ്റെ അവിടെ ടീ വേൾഡിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചായ കുടിക്കണം. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ പോലെ വണ്ടി കൊണ്ട് അകത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ എന്തായാലും. സൂപ്പർ ലുസൈൽ സ്റ്റേഡിയമാണ് കാണുന്നത്. ടീ വേൾഡിലെ ഈ ഒരു കറക്ക് വൈബാണ് സാധനം. സൂപ്പർ അല്ലേ? നമ്മളിപ്പോ കറക്ക് ടോട്ടലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കറക്ക് അതെ കറക്ക് നമ്മൾ ടോട്ടലി സ്റ്റോപ്പ് ചെയ്തിരുന്നു. പക്ഷേ ടീ വേൾഡിൻ്റെ കറക്ക് വേറെ വൈബ്. അടുത്ത ഷവർമ എത്തിയിട്ടുണ്ട്. ടീ വേൾഡിൽ നിന്ന് ചായ എല്ലാം കുടിച്ച് ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഷവർമ ഒരു രക്ഷയില്ല കേട്ടോ. മസ്റ്റായിട്ട് വരിക. ടീ വേൾഡ് എവിടുത്തെ ബ്രാഞ്ച്? ടീ വേൾഡ് നമ്മളെ ലുസൈൽ ബോളിവാർഡിലുള്ള ബ്രാഞ്ച്. ലുസൈൽ ബോളിവാർഡിലുള്ള ബ്രാഞ്ചിൽ നമ്മൾ പലപ്പോഴും വന്നതാണ്. പക്ഷേ ഒന്നും പറയാനില്ല. ഷവർമ പൊളി. ഷവർമ നല്ല ടേസ്റ്റ്. ഇത്ര ക്രിസ്പി ആകാൻ കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഇതുണ്ടല്ലേ മെഷീന്, അതിൽ നിന്ന് ആ ഫയറിന് ഉറ്റി വീഴുന്ന നെയ്യ് ഉണ്ടല്ലോ, ചിക്കൻ്റെ നെയ്യ്, അതിൽ ഈ കുബൂസ് ഇങ്ങോട്ട് വരക്കും.
എന്നിട്ട് അത് ആ ചൂടിലേക്ക് ഒന്നും കൂടി അരച്ച് കഴിഞ്ഞാൽ അത് നല്ല ക്രിസ്പിയാവും. അതാണ് ആ റോള ക്രിസ്പിയാണ് ഫസ്റ്റിൽ തന്നെ ഫീൽ കടിക്കുമ്പോൾ ഇങ്ങനെ അതെ അതെ. മറ്റേ സാധാരണ രീതിയിൽ മറ്റോടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആ പത്തിരി ഏത് ആ മറ്റേ ചപ്പാത്തിൻ്റെ ഫീൽ കറക്റ്റ് കിട്ടും. ഇത് ക്രിസ്പി അതോടുകൂടി ആ ക്രിസ്പി മുളത്തെ ക്രിസ്പിയും എല്ലാം കൂടി മറ്റാകുമ്പോൾ നമ്മൾ അവിടെ നിന്നെല്ലാം കഴിക്കുന്നത് ഒരു മൈദേൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കിട്ടും. ഇത് അത്രയില്ല. അപ്പോൾ എല്ലാം കൊണ്ട് സെറ്റ്. അപ്പോൾ ഈ രീതിയിലെ കാഴ്ചകൾ മസ്റ്റായിട്ട് വരിക. ലുസൈലിലെ പുതിയ ഒരു സിറ്റി മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. ഈ രീതിയിലൊക്കെയാണ് കാഴ്ചകൾ. ലുസൈൽ ബോളിവാർഡിൻ്റെ കാഴ്ചകൾ കണ്ട് നിലവിൽ കറൻലി ഇപ്പോൾ ആളുകളൊക്കെ കുറവാണ്. എങ്കിൽ പോലും നല്ല അടിപൊളി ക്ലൈമറ്റ് ആസ്വദിക്കാനായിട്ട് പോവുക ആ പുതിയൊരു ലൊക്കേഷനിലേക്ക്. അപ്പോൾ ഈ രീതിയിലൊക്കെ കാഴ്ചകൾ. അപ്പോൾ നെക്സ്റ്റ് പുതിയ വീഡിയോ ചെയ്യുന്നവരെ ബൈ.